പുതിയ വർഷങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാവും. എനിക്ക് ഇത്ര പഠിക്കണം, എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഈ ഇയർ എനിക്ക് ഇത് ചെയ്യണം, എനിക്ക് ഇവിടെ പോകണം, എന്റെ ക്ലാസ്സിലെ ടോപ്പർ ആവണം, എനിക്ക് ഇതിൽ ഇത്ര മാർക്ക് വേണം, എനിക്ക് മാത്സ് ഫുൾ മാർക്ക് വാങ്ങണം, മാത്സ് പഠിച്ചേ പറ്റൂ, എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ 100ഓളം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. 100ഓളം നിങ്ങൾ പ്രതിജ്ഞകൾ നിങ്ങളുടെ ഉള്ളിൽ എടുത്തിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെടാ, കഴിഞ്ഞ കൊല്ലം ഇത് തന്നെ അല്ലായിരുന്നോ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ കൊല്ലം ജാനുവരി 1 നിങ്ങൾ ഉള്ളിൽ വിചാരിച്ച ഇത് തന്നെയല്ലായിരുന്നോ? എല്ലാവരും ജാനുവരി 1 ഭയങ്കര ഇതാണ്, എനിക്ക് ജാനുവരി 1 എന്ന് പറയുന്നത് ആരും അങ്ങനെ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യൂല, ഇതിങ്ങനെ ചെയ്യണം, ഇത് ഇത്ര നല്ലൊരു തുടക്കമാവണം, ഈ തുടക്കം പോലെ തന്നെയാണോ എൻ്റെ ഇയർ മൊത്തം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ ജാനുവരി 1 അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വിചാരിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ച് ചെയ്തിട്ടുണ്ടാവും, എല്ലാം നടന്നിട്ടുണ്ടാവും. ജാനുവരി 2 നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും. ഒരു 2 ആഴ്ച മാക്സിമം പോയ 2 ആഴ്ച നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എങ്ങനെയായിരുന്നോ നിങ്ങളുടെ മുന്നത്തെ ഇയറിൽ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ പിന്നെയും പോലും തുടങ്ങും. ഇത് തന്നെയാണോടാ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചെയ്യും മിസ്സേ, ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ മറന്നുപോകും നിങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റെസൊല്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എന്തായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ എന്ന് പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ആ ആഗ്രഹങ്ങൾ വരെ മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ എന്തായിരുന്നു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അതാണ് ഈ കൊല്ലം സംഭവിക്കാൻ പോകുന്നത്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ എല്ലാ കൊല്ലങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. ഞാനും കുറെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് നിറവേറ്റാൻ പറ്റാറില്ല. പലതും എന്നോട് മിസ്സായി പോകാറുണ്ട്, പലതും എനിക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ കഴിഞ്ഞ ജാനുവരി 1 വിചാരിച്ച എനിക്ക് പിറ്റേ ജാനുവരി 1 എൻ്റെ മനസ്സിലേക്ക് വരല്. പക്ഷെ ഈ കഴിഞ്ഞ 2025 എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ മക്കളെ ഞാൻ പറയാലോ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരുന്നു. ഞാൻ എന്തൊക്കെയായിരുന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, എല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് സഹായിച്ച ഒരാളുണ്ട് എനിക്ക്, ഇതിന് സഹായിക്കുന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക്. അയാൾ ആരാന്നാണ് മിസ് ഇതിലൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അവരായിരുന്നു എൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കർ, എൻ്റെ ഒരു മാജിക് ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങളെ മിസ്സിന് വേണ്ടി ഇന്ന് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ബുക്ക് വാങ്ങണം. ഒരുപാട് വലിയ ബുക്ക് വലിയ സംഭവം ഒന്നും വേണ്ട, എനിക്ക് ആകെ ഒരു 15 പേജ് മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു 15 പേജസ് എടുത്തിട്ട് നിങ്ങളൊരു ബുക്ക് ആക്കിയാൽ നോ പ്രോബ്ലം, അങ്ങനെ മതി. എനിക്ക് ആകെ 15 പേജസ് ആണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് 15 പേജസ് ഉള്ള ഒരു ബുക്ക്, ആ ബുക്കിനെ നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അതിൽ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുക്ക് വേണം ഈ ഒരു ഇയർ മൊത്തം നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കാൻ. എന്താ അതിൽ എഴുതാൻ പോകുന്നത് അറിയോ? എന്നിട്ട് അതിന്റെ അവസാനത്തെ പേജ് എടുത്തിട്ട് നിങ്ങൾ എഴുതണം, എന്തായിരുന്നു എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഞാൻ എന്തൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ എണീക്കണം, രാവിലെ എണീച്ചിട്ട് ഇത്ര വെള്ളം കുടിക്കണം എന്നും, എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഉമ്മനെ സഹായിച്ചു കൊടുക്കണം, എനിക്ക് സ്കൂളിലേക്ക് നേരത്തെ പോകണം, എന്നും 1 മണിക്കൂർ എനിക്ക് പഠിക്കണം, 1/2 മണിക്കൂർ എനിക്ക് മാത്സ് പ്രാക്ടീസ് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടില്ലേ, എനിക്ക് ഇവിടെ ട്രിപ്പ് പോകണം, ഇനി എനിക്ക് ഈ എക്സാം എഴുതിയിട്ട് എനിക്ക് ഈ മാർക്ക് വാങ്ങണം, എൻ്റെ ക്ലാസ്സിലെ ടോപ്പർ ആവണം എനിക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നുള്ളത് നിങ്ങൾ അവസാനത്തെ പേജിൽ എഴുതുക. അവസാനത്തെ പേജിൽ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പേജിലേക്ക് മറക്കാം. ആ ഒരു പേജിലാണ് ഇനി നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത്? മിക്കവാറും നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ ലൈഫിൽ ഓരോ ദിവസവും 24 ഹവേഴ്സ് ഉണ്ട്, 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ എടുക്കുന്നുണ്ടാവും, പോട്ടെ 8 മണിക്കൂർ അങ്ങനെ പോട്ടെ. ഇനി 8 മണിക്കൂർ നിങ്ങൾ സ്കൂളിലായിരിക്കും, അതും പോട്ടെ. അങ്ങനെയെങ്കിൽ 16 മണിക്കൂർ കഴിഞ്ഞു, പിന്നെ 8 മണിക്കൂർ ബാക്കിയില്ലേടാ. ആ 8 മണിക്കൂറിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാന്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടാവും. അത് ഞാൻ ഒരു 2 മണിക്കൂർ തരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ 6 മണിക്കൂറില്ലേ? ഈ 6 മണിക്കൂർ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ബാക്കോട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ 6 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്നതായിട്ട് ഓർമ്മയുണ്ടോ? 6 മണിക്കൂർ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഒന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു 6 മണിക്കൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. പിന്നെ എവിടെ പോയി നമ്മളുടെ ആ ഒരു 6 മണിക്കൂർ? നമുക്ക് 24 മണിക്കൂർ ഇല്ലേ? പിന്നെ എവിടെ പോയി നമ്മളുടെ ആ ഒരു 6 മണിക്കൂർ? അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിലല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല.
അതിനുള്ളതാണ് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി നമ്മളുടെ മാജിക് ബുക്കിന്റെ ഓരോ പേജസ് എടുക്കുക. ഫസ്റ്റ് പേജിൽ നിങ്ങൾ ജാനുവരി എന്ന് എഴുതുന്നു. ജാനുവരി എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹാബിറ്റ്സിന് ഒരു കോളം കൊടുക്കുന്നു ആൻഡ് 1 to 31 വരെ നിങ്ങൾ എഴുതുന്നു. 1 to 31 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ജാനുവരി 1, ജാനുവരി 2, 3, 4 അങ്ങനെയാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ കോളത്തിലും ഇനിയിപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹാഫ് അവർ മാത്സ് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് നിങ്ങൾ എന്നും വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ എഴുതുന്നു. ഇനി വേറൊന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, അതാണ് രണ്ടാമത്തത്. ഇനി വേറൊന്ന് 1 hour എനിക്ക് എന്തെങ്കിലും ഒക്കെ പഠിക്കണം, അതാണ് അടുത്തത്. ഇനി അടുത്തത് പറയുന്നത് നമുക്കിപ്പോ എനിക്ക് എന്നും ഒരു 3 ലിറ്റർ വെള്ളം എനിക്ക് കുടിക്കണം. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന ആ ഒരു ഹാബിറ്റ്സ്, ആ ശീലങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ഇനിയിപ്പോ നമ്മളുടെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോട്ടെ, ഇനിയിപ്പോ ഒരു 8-ാം തീയതി മുതൽ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ 9-ന് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഹാഫ് അവർ മാത്സ് പഠിച്ചു, നിങ്ങൾ ടിക്കിടുക. 9-ാം തീയതി നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. 5 AM എണീച്ചു, ടിക്കിടുക. 1 hour ഇത് ടിക്കിടുക. എന്നും രാത്രി കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ എന്റെ മക്കൾ ഒന്ന് നോക്കുക, ഞാൻ ഇതിൽ ഏതൊക്കെ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയെന്ന്, അങ്ങനെ ടിക്കിടുക. ഇനിയിപ്പോ 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിട്ടില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്രോസ്, ഞാൻ കുടിച്ചിട്ടില്ല, തെറ്റ് അടയാളപ്പെടുത്തി. ഇനി പിറ്റേ ദിവസം ഹാഫ് അവർ എനിക്ക് പഠിക്കാൻ പറ്റില്ല, തെറ്റടയാളപ്പെടുത്തി. ഇത് ചെയ്തു, ഇത് ചെയ്തില്ല. ഇനി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ആ കാര്യം ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഈ കാര്യമാണ് എനിക്ക് മിസ്സാവുന്നത്, ഈ കാര്യമാണ് ഇനി ഞാൻ കൂടുതൽ ചെയ്യേണ്ടത്, ഈ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹാബിറ്റ് ട്രാക്കർ. ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ ഈ ഒരു ഇയർ മൊത്തം നിങ്ങൾ കൊണ്ടുപോയി വെക്ക്. നിങ്ങൾക്ക് കൂടുതൽ പണിയൊന്നുമില്ല. നമ്മൾ കിടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് സമയം മതി. ജസ്റ്റ് ഒന്ന് നോക്കുന്നു, ടിക്കിടുന്നു, ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഇയർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഉറപ്പ് തരാടാ ഈ ഒരു 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയടാ. മിസ്സിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ശീലം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് അടുത്തുള്ള വലിയൊരു പ്രശ്നമാണ്, മിസ്സേ മാത്സ് പഠിക്കണം, 1 hour എനിക്ക് വേറെ എന്തെങ്കിലും പഠിക്കണം, അതൊക്കെ എനിക്ക് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അതിനൊരു ടൈം ടേബിളും കൂടെ വേണം. അതായത് ഞാൻ ഏതൊക്കെ ദിവസം എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് എനിക്ക് ഒരാൾ ഇത് പറഞ്ഞു തരാനുള്ള ഒരാള്, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരാള്, അങ്ങനെ ഒരു കാര്യം കൂടി മിസ് സെറ്റാക്കി തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇല്ലേ? അതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. എല്ലാ ക്ലാസ്സിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് ടഫ് തന്നെയാണ്. കുറച്ചല്ല, കുറച്ചധികം. നമ്മളുടെ എക്സാം പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽക്കും മേലെ ടഫാണ്. ഈ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ ഈ ഒരു കടുപ്പമേറിയ ഈ ഒരു സിലബസിലൂടെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലാണെങ്കിലും 8-ലാണെങ്കിൽ അടുത്ത 9 അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ 8 നമുക്ക് ഉഷാറായിട്ട് അറിഞ്ഞാലേ 9 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇപ്പൊ മുതലെങ്കിലും കറക്റ്റായിട്ട് അത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പഠിക്കുക എങ്ങനെയാണ് മിസ്സേ? പഠിക്കാൻ ഞങ്ങൾക്ക് സ്കൂളത്തെ ക്ലാസ് ഞങ്ങൾക്ക് കുറെ എണ്ണം മിസ്സായി പോയി. അപ്പൊ ഇനി പഴയതൊക്കെ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരാൻ വേണം, ഞങ്ങൾക്ക് ഒരാൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ വേണം, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, പുതിയ ക്വസ്റ്റ്യൻസ് വേണം. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഇല്ലേ? സോ അങ്ങനെയെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങളുടെ എജ്യൂപോർട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ എജ്യൂപോർട്ടിൽ എന്താണെന്നറിയോ, ഞങ്ങൾ ഈ ഒരു ആപ്പിലൂടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാ ആപ്പിലുള്ളത്? എല്ലാം അവിടെ കിട്ടും. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഇനി 1 ഷോട്ട് ആയിട്ട് 1 hour കൊണ്ട് എനിക്ക് കാണണം, അതും അവിടെ ഉണ്ട്. എനിക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതും അവിടെ ഉണ്ട്. PYQs ചെയ്യണം, അതും അവിടെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാം എഴുതി നോക്കണം, ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, MCQ എക്സാം, അതും ഞങ്ങൾ നടത്തുന്നുണ്ട്. മിസ്സേ ഞങ്ങളെ വിളിച്ചു നോക്കാൻ ഒരാൾ വേണം. ഹലോ, പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒന്ന് സെറ്റാക്കാൻ ഞങ്ങൾക്ക് ഒരാൾ വേണം. അതിനും അവിടെ ആളുണ്ട്. അതിനാണ് ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് മിസ്സേ ഞങ്ങൾ മാത്സിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ ഈ ഹാബിറ്റ് ട്രാക്കർ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, 1 hour ഹാഫ് അവർ മാത്സ് പ്രാക്ടീസ് ചെയ്യണം. കുറെ കുട്ടികൾക്കുള്ള പ്രശ്നം മാത്സ് ഇപ്പോഴെങ്കിലും ബേസിക് ക്ലിയർ ആക്കണം. അപ്പോൾ മാത്സിൽ ഞങ്ങൾ കുറച്ച് വീക്കാണ്, എന്താ ഞങ്ങൾ ചെയ്യുക? അതിനുള്ളതാണ് ഞങ്ങളുടെ സബ്ജക്ട് വൈസ് ക്ലബ്ബ്. സബ്ജക്ട് വൈസ് ക്ലബ്ബിൽ ഞങ്ങൾ ബേസിക് മുതൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഡിവിഷൻ അറിയില്ലേ? ഡിവിഷൻ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൂട്ടാനും കുറയ്ക്കാനും അറിയില്ലേ? ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് നിങ്ങൾക്ക് വേണോ അതൊക്കെ അവിടെ ഉണ്ട്. സോ ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും, നിങ്ങൾ വാടാ ഞങ്ങൾക്ക് എജ്യൂപോർട്ടിന്റെ ആപ്പിലേക്ക് വാ എന്നും പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ആപ്പിൽ നമുക്കിപ്പോ ഒരു ഓഫർ നടക്കുന്നുണ്ട്. നിങ്ങളൊരു ക്ലാസ് 8 സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1499 രൂപയ്ക്കാണ്.
2299 ബാച്ചാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1499 രൂപയ്ക്കാണ്. സോ ഇത് ഇപ്പൊ ഈ എമൗണ്ട് അടക്കി ഒന്നും അല്ലാട്ടോ വേണ്ട, നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മളുടെ കമന്റ് ബോക്സിന്റെ താഴെയായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും, ബൂസ്റ്റ് ബാച്ച് എൻക്വയറി എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കിൽ മക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ നമ്പറും ഒന്ന് അടിച്ചു കൊടുക്കുക. ആകെ 10 സെക്കൻഡിന്റെ പരിപാടിയേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ന്യൂ ഇയർ ഓഫർ നിങ്ങൾക്ക് ഒന്ന് ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വരിക. അപ്പൊ എന്തുണ്ടാവില്ല, ഈ ഒരു ഓഫർ ഉണ്ടാവില്ല. ഒരു കുഞ്ഞു ആഗ്രഹമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തോ, നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ച രജിസ്ട്രേഷൻ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്തോ. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞു. ഇനി നാളെ ചേർന്നാലും മറ്റന്നാൾ ചേർന്നാലും പിറ്റേന്ന് ചേർന്നാലും ഒക്കെ ഈ ഒരു ഓഫർ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓഫർ മിസ്സാക്കണ്ട. ഓഫർ മിസ്സാക്കാതിരിക്കാൻ വെറും 10 സെക്കൻഡ് മതി. സോ ഈ ഒരു 2026 എന്ന് പറയുന്നതാ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ഇയർ ആവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ ആവാൻ പറ്റട്ടെ. എല്ലാ ആഗ്രഹങ്ങളും, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിക്കോട്ടെ, വലിയ വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.